ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പേജ് 51-ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വരയ്ക്കാനുള്ളതാണ്. അത് നമ്മൾ ഓരോന്ന് വീതം ചെയ്യുന്നതായിരിക്കും. ചോദ്യം വായിക്കാൻ. In each of the problem below, a circle and a chord is to be drawn to split the circle into 2 parts. The parts must be as specified. All angles in one part must be 80 degree. അതായത് നമ്മളൊരു സർക്കിൾ വരയ്ക്കണം, പിന്നെ ഒരു കോഡ് വരയ്ക്കണം, 2 സെഗ്മെന്റ് ആക്കണം, എന്നിട്ട് ഒരു ഭാഗത്തുള്ളത് എല്ലാം 80 ഡിഗ്രി ആണെന്ന് വരച്ച് കാണിക്കണം. അത് നമുക്ക് ഓരോ ചിത്രങ്ങളും വരയ്ക്കാൻ നോക്കാം. അപ്പം ചോദ്യത്തിൽ നമുക്ക് എന്താണ് പറയുന്നത്? ഒരു ഭാഗത്തുള്ള കോണുകള് 80 ഡിഗ്രി ആയിരിക്കണം. ഞാൻ റഫായിട്ട് ഒരെണ്ണം വരച്ച് കാണിക്കാം. ഒരു സർക്കിൾ വരയ്ക്കുന്നു, പിന്നെ അതിനൊരു കോഡ് വരയ്ക്കുന്നു. ഈ ഭാഗത്തുള്ള, അതായത് ഈ സെഗ്മെന്റിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട് എന്നാ പറയുന്നത്, ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള സെഗ്മെന്റ് എല്ലാ ആംഗിൾസും 80. ഇവിടെ 80 ആണ്, ഇവിടെ 80. എത്ര എണ്ണം വരച്ചാലും എല്ലാം 80 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ള ചോദ്യം. ഇതിൽ നമുക്ക് ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെ? ഇത് ചാപം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ കോഡ് വന്നുകൊണ്ട് ഇത് സെഗ്മെന്റ് ആയി. മൈനർ സെഗ്മെന്റ്, ഇത് മേജർ സെഗ്മെന്റ്. ഈ മൈനർ സെഗ്മെന്റിന്റെ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. അതിന് ഞാൻ സെൻട്രലിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഈ സെൻട്രൽ ആംഗിള് എന്താണ്? ഓൾട്ടർനേറ്റ് സെഗ്മെന്റില് 80 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? 80ന്റെ ഇരട്ടി, 80 × 2 എത്ര വരും? 160 ഡിഗ്രി. ഇവിടെ 160 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു വൃത്തം വരച്ച്, ഇനി ഈ വൃത്തത്തിൽ നമുക്ക് കേന്ദ്രകോൺ 160 ഡിഗ്രി അടയാളപ്പെടുത്തണം. അതിന് ഞാൻ ഇവിടെ ഒരു ആരം വരയ്ക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെ വെച്ചിട്ട് നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് 160 ഡിഗ്രി എടുക്കണം. എങ്ങനെയാണ് 160 ഡിഗ്രി എടുക്കേണ്ടതെന്ന് നോക്കാം. ചെറിയ പ്രൊട്രാക്ടർ ആണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മാഞ്ഞു. എന്താ, ഇവിടെ സെന്ററിൽ വെച്ചിട്ട് ശരിക്കും പിടിക്കണം കേട്ടോ. ഇവിടുത്തെ 0 തൊട്ടുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം 160 അല്ലേ? 30, 40, 50, 60 ഇവിടെ വരും. 160 ഡിഗ്രി ആ ഭാഗത്ത് വരും. അപ്പൊ നമ്മളവിടെ 160 ഡിഗ്രി അടയാളപ്പെടുത്തുകയാണ്. ഇവിടെ എത്ര കിട്ടി നമുക്ക്? 160 ഡിഗ്രി. നമുക്ക് ഇപ്പൊ 2 പോയിന്റ്സ് കിട്ടി, അല്ലേ? സർക്കിളില് 2 പോയിന്റ്സ് കിട്ടി. ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഈ പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പം ജോയിൻ ചെയ്ത് ഇവിടെ കേന്ദ്രകോൺ 160 ആണെങ്കിൽ ഈ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും. 160ന്റെ പകുതി എന്ന് പറയുമ്പോൾ 80 ആയിരിക്കും. അപ്പം നമുക്ക് കേന്ദ്രകോണിനെ ആസ്പദമാക്കി ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലുള്ള ആംഗിള് വരയ്ക്കാം. എത്ര വരും? ഇവിടെ 80 ഡിഗ്രി വരും. ഇതിൻ്റെ അകത്ത് വരയ്ക്കുന്ന ഈ സെഗ്മെന്റിൽ വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും എത്ര തന്നെ ആയിരിക്കും? 80. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഇത് എത്ര? 80. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ. നമ്മൾ എങ്ങനെ കേന്ദ്രകോൺ കണ്ടുപിടിച്ചത്? നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടല്ലേ? എന്താണ്? കേന്ദ്രകോൺ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലെ ആംഗിളിന്റെ ഇരട്ടി ആയിരിക്കും കേന്ദ്രകോൺ. അങ്ങനെ 80ന്റെ ഇരട്ടി 160 കേന്ദ്രത്തിലെടുത്ത് നമുക്ക് അങ്ങനെ 2 പോയിന്റുകൾ കിട്ടി. നമ്മൾ എന്ത് ചെയ്ത് അതിനെ യോജിപ്പിച്ച് നമ്മൾ എന്ത് വരച്ചു? ഒരു കോഡ് വരച്ചു. കോഡ് ഈ സർക്കിളിനെ 2 ഭാഗമാക്കി മാറ്റുന്നണ്ട. ഈ ഇതാണ് കോഡ്.
ഞാൻ ഇപ്പം പേര് കൊടുക്കുകയാണെങ്കിൽ പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. AB ആണ് കോഡ്. AB ഈ വൃത്തത്തെ 2 സെഗ്മെന്റ് ആക്കുന്നതാ. ഇതിന് മുകളിലോട്ടൊരു സെഗ്മെന്റ്, താഴോട്ടൊരു സെഗ്മെന്റ്. അപ്പം കേന്ദ്ര കോൺ കണ്ടുപിടിച്ചുകൊണ്ട് ഇതിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ അല്ല, താഴോട്ടുള്ളത്. താഴോട്ടുള്ള സെഗ്മെന്റില് ഏത് കോൺ എടുത്താലും എത്രയായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും, 80 ഡിഗ്രി. അങ്ങനെ ആദ്യത്തെ ചിത്രം വരച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 110. 110 ആകുമ്പോൾ കേന്ദ്രകോൺ എത്രയായിരിക്കും? 220 ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പൊ അതിന്റെ കേന്ദ്രകോണം എന്ന് പറയാൻ 110ന്റെ ഇരട്ടി 220. 220 പ്രൊട്രാക്ടർ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? 180 വരെയല്ലേ ഉള്ളൂ നമ്മുടെ പ്രൊട്രാക്ടറിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആംഗിൾ അറൌണ്ട് എ പോയിന്റ് ഈസ് 360. 360. അപ്പൊ 360ന്ന് 220 കുറച്ചാൽ എത്ര കിട്ടും? 140. അപ്പം നമ്മുടെ പ്രൊട്രാക്ടർ മുകളിൽ എടുക്കുന്നതിന് പകരം താഴെ വെച്ചെടുക്കുക. താഴെ വെച്ചെടുക്കുമ്പോൾ 140 ഇങ്ങനെ വരും. എന്നിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ ഇത് 140, മുകളിലുള്ള എത്രയായിരിക്കും? 220. എന്നിട്ട് നമുക്ക് ചിത്രം വരയ്ക്കാം. കേന്ദ്രകോൺ 110, ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 110. കേന്ദ്രകോൺ ഇവിടെയാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ എന്താണ് ആംഗിൾസ് എവിടെ വരും? താഴെ വരും. ഇതിന്റെ പകുതി ഇവിടെ എത്ര വരും? 110. ഇവിടെ വരയ്ക്കുന്ന എല്ലാം 110 ആയിരിക്കും. നമുക്ക് ഫെയർ ആയിട്ട് വരയ്ക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് നമ്മൾ ഒരു സർക്കിള് വരച്ചിട്ടുണ്ട്. സർക്കിള് നമ്മൾ ഒരു റേഡിയസ് വരയ്ക്കുന്നു. ഇനി ഇവിടെ വെച്ചിട്ട് താഴോട്ട് നമ്മൾ വരയ്ക്കുന്നത് 110ന്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ 220 വരും. 220 മുകളിൽ എടുക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് 360ൽ നിന്ന് 220 കുറയ്ക്കുമ്പോൾ നമുക്ക് 140 കിട്ടും. ആംഗിൾ അറൌണ്ട് എ പോയിന്റ് ഈസ് 360. അപ്പം പ്രൊട്രാക്ടർ നമ്മൾ താഴോട്ട് വെച്ചാണ് എടുക്കുന്നത്. 140. പൂജ്യത്തിൽ നോക്കുക. 100, 0, 10, 90, 100, 110, 120, 130, 140. എവിടെ വരും? നമ്മളത് യോജിപ്പിക്കുകയാണ്. ഇവിടെ 140 ഡിഗ്രി. ഇനി നമുക്ക് കോഡ് കിട്ടി, 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കോഡ് ജോയിൻ ചെയ്യുക. കോഡ് നമ്മൾ ജോയിൻ ചെയ്ത് അപ്പോഴേ നമുക്ക് ഇനി ആംഗിള് മാർക്ക് ചെയ്യണം. 140 ഡിഗ്രി നമ്മൾ താഴോട്ടെടുത്ത് കോഡ് വരച്ചു. ഇവിടെയാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ 140. പക്ഷെ നമുക്ക് വേണ്ട 220. 220. അപ്പം ഈ സെൻട്രൽ ആംഗിളിന്റെ ആംഗിള് ഈ സെഗ്മെന്റിന്റെ ഇപ്പൊ 2 സെഗ്മെന്റ് ആയില്ലേ? ഈ സെഗ്മെന്റ് ഒരെണ്ണം, ഇത് കോഡ് 2ആയിട്ട് ഭാഗിച്ചില്ലേ? അപ്പൊ ഇത് വലുതൊരെണ്ണം, ഇത് ചെറുത്. അപ്പൊ ഈ 110 ഡിഗ്രി ഇതിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റിലാണ് വരുന്നത്. അതായത് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ഇവിടെ ഏതൊരു ആംഗിൾ വരച്ചാലും എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമുക്ക് ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാം. പക്ഷെ അതെല്ലാം എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ചോദ്യം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഒരു ഭാഗത്തുള്ളതിന്റെ പകുതി ആയിരിക്കണം മറ്റേ ഭാഗത്തുള്ളത്. അതായത് ഒരു സർക്കിള് വരച്ച് അതിനെ 2 സെഗ്മെന്റ് ആക്കി മാറ്റുവാണെങ്കിൽ, റഫായിട്ട് വരച്ചു തരാം, കാണിച്ചു തരാം. ഒരു സർക്കിള് വരച്ച് അതിനെ ഒരു കോഡ് വരച്ച് 2 സെഗ്മെന്റ് ആക്കുമ്പോൾ ഒരിടത്ത് എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കണം മറ്റേടത്ത്. അപ്പൊ ഇവിടെ ഞാൻ വരയ്ക്കുകയാണ്. 2 ഭാഗത്തും ആംഗിൾസ് ഉണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് ഇവിടുത്തെ ഞാൻ എക്സ് എന്ന് കരുതുകയാണെങ്കിൽ ഇവിടുത്തെ എത്രയായിരിക്കണം? എക്സിന്റെ പകുതി ആയിരിക്കണം, x/2. അപ്പൊ ഇത് എത്രയാ നമുക്ക് അറിയത്തില്ല.
ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് 180 ഡിഗ്രി. ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്, സം ഓഫ് ദ ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ഈസ് 180 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ് എത്രയെന്ന് കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് x/2 ഈക്വൽസ് 180. ഇവിടെ 1 LCM എടുക്കാനൊക്കെ അറിയാം. 1 × 2 ഈസ് 2. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2 × x 2x പ്ലസ് 1 × x x ഈക്വൽസ് 180. 2x പ്ലസ് x എത്ര? 3x. 3x/2 ഈക്വൽസ് 180. ഇത് നമുക്ക് 2നെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3x ഈക്വൽസ് 2 × 180 എന്ന് കിട്ടും. 2 × 180 ഈസ് 360. Therefore, x is equal to 360 divided by 3. 3x 360 ആയാൽ x എത്ര? 360 120 എന്ന് കിട്ടും. അപ്പൊ x നമുക്ക് എത്ര കിട്ടി? 120 എന്ന് കിട്ടി. x 120 ആണെങ്കിൽ x/2 എത്രയായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും. എത്ര? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് വരയ്ക്കാൻ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് x എത്ര കിട്ടിയത്? x 120 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ x/2 എത്രയായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും അല്ലെ? 60 ഡിഗ്രി. അപ്പൊ നമുക്ക് ആദ്യം ഒരു റേഡിയസ് വരച്ച് മെഷർ എടുത്തിട്ട് നമുക്ക് കോഡ് മാർക്ക് ചെയ്യാം. ഓക്കെ, 120 ഡിഗ്രി പ്രൊട്രാക്ടറില് എടുക്കുക. ഇവിടുത്തെ 0 തൊട്ടുള്ളത് വേണം നിങ്ങൾ നോക്കാം. 120 ഇവിടെ വരും. നമുക്ക് മാർക്ക് ചെയ്യാം. ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആ 2 പോയിന്റ് കിട്ടിയില്ലേ? ഏതാണ്ടായിരുന്നു 1, 2 പോയിന്റ് കൂടി ജോയിൻ ചെയ്യാം. അമർത്തി വെച്ചാലാണ് ഇതെല്ലാം മാഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പം കോഡ് കിട്ടി. നമുക്ക് ഇതൊരു സെഗ്മെന്റ്, ബാക്കി ഭാഗം വേറൊരു സെഗ്മെന്റ്. നമുക്ക് എന്താ വേണ്ടത്? ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി ഹാഫ് ദ ആംഗിൾസ് ഇൻ ദ അതർ പാർട്ട്. ഇവിടെ 120 ആണെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിൽ എത്രയായിരിക്കും? രണ്ടിടത്തും വരണമല്ലോ. ഇവിടെയും വരയ്ക്കാം. അപ്പം ഇവിടെ 120 ആണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 60 ഡിഗ്രി കിട്ടും. അപ്പൊ ഇവിടെ എത്ര വരും? 120. അപ്പൊ ഇവിടെയുള്ള ആംഗിൾസ് എല്ലാം 60ഉം മറുഭാഗത്തുള്ള എത്രയും നമുക്ക് എന്ത് കിട്ടും? 120 ഡിഗ്രിന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിൽ ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 1.5 ടൈംസ് ദ ആംഗിൾസ് ഇൻ അതർ പാർട്ട്. അതായത് സർക്കിൾ വരച്ച് നമ്മൾ 2 സെഗ്മെന്റ് ആക്കുമ്പോൾ ഒരു ഭാഗത്തുള്ള ആംഗിളിന്റെ 1.5 മടങ്ങായിരിക്കണം മറ്റേ ഭാഗത്തുള്ള ആംഗിൾ. അതായത് ഞാൻ ചിത്രം വരച്ച് കാണിച്ചു തരാം. കോഡ് വരയ്ക്കുന്ന ഇവിടെ എക്സ് ആണെങ്കിൽ പുറത്ത് എത്ര ആയിരിക്കും? 1.5 എക്സ്. എക്സ് എത്രയും നമുക്ക് അറിയത്തില്ല. ഇത് രണ്ടും കൂടി 180, 180 ആണ് നമുക്ക് അറിയാം അല്ലെ? അപ്പം ഇതിൻ്റെ അത് ഏത് ആംഗിൾ വരച്ചാലും എക്സ് തന്നെയായിരിക്കും. ഇവിടെ വരച്ചാലും ഇവിടെ വരച്ചാലും എല്ലാം എത്ര എണ്ണം വരയ്ക്കാം അത്രയും വരച്ചാലും അതിന്റെ ആംഗിളിന് മാറ്റമില്ല. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. Sum of the opposite angles in the alternate segments is 180 degree. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എക്സ് എത്രയാന്ന് കണ്ടുപിടിക്കുക. എക്സ് പ്ലസ് 1.5 എക്സ് ഈക്വൽസ് 180. എക്സ് പ്ലസ് 1 × 2 2 പ്ലസ് 1 3/2 എക്സ് ഈക്വൽസ് 180. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന LCM 1 × 2 is 2, x × 2 is 2x plus 1 × 3x is 3x equals 180.
2x plus 3x എത്ര വരും? 5x എന്ന് വരും അല്ലേ? 5x by 2 is 180. 2ന് അപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x ഈക്വൽസ് 2 into 180 ഈക്വൽസ് 360 എന്ന് കിട്ടും. അപ്പൊ എക്സ് എത്ര? എക്സ് ഈസ് ഈക്വൽ ടു 360 by 5. Therefore, x is equal to 360 by 5 equals 72 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് വരയ്ക്കാൻ ഇത് ഫെയർ ആയിട്ട് നമുക്ക് വരയ്ക്കാം. 72 ഡിഗ്രി എടുത്താണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, നാലാമത്തെ ചിത്രം വരയ്ക്കാൻ സർക്കിൾ വരച്ചു. ഇനി നമ്മൾ എക്സ് എത്രയെന്നാ കിട്ടിയത്? എക്സ് 72 ഡിഗ്രിയാണ്. അപ്പൊ കേന്ദ്രകോണം എത്രയായിരിക്കും? ഇതിന്റെ ടോയ്സ് ആയിരിക്കത്തില്ലേ? 72 into 2 144. അപ്പം കേന്ദ്രത്തിൽ നമ്മൾ 144 ഡിഗ്രി എടുക്കണം. നോക്കിക്കേ, ഇങ്ങനെ വെച്ചിട്ട് 0 to നോക്കണം. 140 144 ഇവിടെ വരും. എന്നിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ ഇത് 144 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടി. നമുക്കിനി അത് ജോയിൻ ചെയ്യാം. അത് ജോയിൻ ചെയ്ത് അപ്പം 2 സെഗ്മെന്റ്, ഇതൊരു സെഗ്മെന്റ്, ബാക്കി ഇത് സെഗ്മെന്റ്. അപ്പം 2 സെഗ്മെന്റിലും ആംഗിൾസ് ഉണ്ട്. അത് ആദ്യം നമുക്ക് വരയ്ക്കാം, എന്നിട്ട് ആംഗിൾസ് മാർക്ക് ചെയ്യാം. അപ്പോഴ് ഇവിടെ 144 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇതിന്റെ പകുതി 72 ഡിഗ്രി. ഇത് എത്രയായിരിക്കും? അപ്പോഴ് 108 ഡിഗ്രി. ഇനി ഇതിന്റെ അകത്ത് ഏത് ആംഗിൾ വരച്ചാലും എത്ര തന്നെ ആയിരിക്കും? 72 ഡിഗ്രി തന്നെ ആയിരിക്കും. മനസ്സിലായോ? 72 എത്ര വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. എല്ലാം എത്രയായിരിക്കും? 72. ഇതിന്റെ അകത്ത് ഏത് വരച്ചാലും എത്ര തന്നെ ആയിരിക്കും? 108 വീതം ആയിരിക്കും. അപ്പോഴ് വരയ്ക്കേണ്ട രീതിയൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ 4 ചോദ്യങ്ങളും വരച്ചു കഴിഞ്ഞു. നമുക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ബാക്കിയുള്ള പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ. ടിൽ ദെൻ, ഓക്കെ.